ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയുടെ ഫോണ് ശ്രുതി കൈക്കലാക്കുകയും ശ്രുതി ആ ഫോണിൽ നിന്ന് വീഡിയോ തൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യുകയും ആ വീഡിയോ ഷെയർ ചെയ്യുകയും അതിനുശേഷം അവനെ കാണാൻ, അതായത് ആന്റണിയെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി ആവശ്യപ്പെടുന്നുണ്ട്, നീ ഷോപ്പിലോട്ട് വരണം, എനിക്ക് 2-3 ക്ലയൻസിനെ കാണാനുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ എനിക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ ശ്രുതി അങ്ങനെ ഒഴിവാവുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ശ്രുതി വേഗം തന്നെ മീരയെ വിളിച്ച് പറയുകയാണ്, ഡി ഫോൺ കിട്ടി എത്രയും പെട്ടെന്ന് നീ ആന്റണിയുടെ അവിടേക്ക് പോകാൻ റെഡിയായി വരാൻ പറയുകയും അതുപോലെ തന്നെ അവർ രണ്ടുപേരും ആന്റണിയുടെ വീട്ടിലേക്ക് അവൻ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആന്റണി ആണെങ്കിൽ രണ്ടുപേരും എത്തിയോ, മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, എന്താ വീഡിയോ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കിട്ടി എന്ന് പറയുന്നുണ്ട്. ആ വേഗം എൻ്റെ ഫോണിലോട്ട് അയക്കുകയെന്നിങ്ങനെ വലിയ ധൃതിയോടുകൂടി ആന്റണി പറയുകയാണ്. അപ്പോൾ ആ സമയം അവർ പറയുന്നുണ്ട്, അതെ അങ്ങനെ പെട്ടെന്നൊന്നും നിൻ്റെ ഫോണിലോട്ട് അയക്കാൻ പറ്റില്ല, ഞങ്ങളെന്താ വെറുതെ ഇത് സർവീസിനൊന്നും നടക്കുന്നതൊന്നല്ലോ, ഒരു കാര്യം ചെയ്യേ, ഞങ്ങൾ പറഞ്ഞ കാര്യം ആദ്യം നീ ചെയ്യേ, എന്നെ ശല്യം ചെയ്യുന്ന ആ പിയെ നീ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുപോയും എന്നിട്ട് അവനെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ആഗ്രഹപ്രകാരം ഞങ്ങൾ പറഞ്ഞ പോലെ എന്നെ നീ ശല്യം ചെയ്യരുത്, അവനെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ തരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആന്റണി അപ്പം തന്നെ അവൻ്റെ 2 കൂട്ടുകാരന്മാർ, അതായത് ഗുണ്ടകളായിട്ടുള്ള അവരോട് പറയുന്നുണ്ട്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിയിട്ട് നീ അവനെ പോയി പിടിച്ചുകൊണ്ട് വായു എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയും മീരയും അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി അവൻ ആ ഒരു ഹാളിലേക്ക് ചെല്ലുകയാണ്, ഇന്നലെ ഫംഗ്ഷൻ നടന്ന ഹാളിലേക്ക്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, റിസപ്ഷനിൽ ചോദിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഫോൺ നഷ്ടപ്പെട്ടിട്ട് ആയിരുന്നു, എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഇല്ല കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് നോക്കിക്കോട്ടെ ആ ഹാളിൽ എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ നോക്കുകയാണ്. അവിടെ മൊത്തം അങ്ങനെ അരിച്ച് പറക്കുന്നുണ്ട് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനും കൂടി. പക്ഷേ അവിടെ നിന്നൊന്നും തന്നെ ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ തിരികെ അവർ പുറത്തേക്ക് വരികയാണ്. എങ്ങാനും ഫോൺ കിട്ടുകയാണെങ്കിൽ അത് ഇവിടെ നിന്നിട്ട് ഇനി വല്ലവരും മാറിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തന്നോ, അപ്പം ഞങ്ങൾ കോൺടാക്ട് ചെയ്തോണ്ടെന്നും പറഞ്ഞിട്ട് ആ റിസപ്ഷനിൽ നമ്പർ കൊടുത്തിട്ട് പോരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സച്ചിക്ക് ഒരു വലിയ ലോങ് വാടകയാണ് വരുന്നത്. പക്ഷെ സച്ചിക്ക് അതൊന്നും ഏറ്റെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ല. അപ്പോൾ അതുപോലെ തന്നെ അവനോട് പറയുന്നുണ്ട്, എടാ അവൻ്റെ ആ ശരത്തിൻ്റെ വീഡിയോ അതിൻ്റെ അകത്താണുള്ളത്, അതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അവനിപ്പോൾ മര്യാദയ്ക്ക് ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ അവൻ നടക്കുന്നത്. പക്ഷേ ഈ വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ അവൻ്റെ ഭാവി എന്തായി പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സച്ചി അങ്ങനെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ആ പിയെ പിടിച്ചുകൊണ്ട് വരികയാണ് ആന്റണിയുടെ ഗുണ്ടകൾ. അങ്ങനെ പിയെ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം കണ്ണ് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും മീരയും മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് റൂമിലേക്ക് പൂട്ടിയിടുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ ശ്രുതി ഈ ആന്റണിക്ക് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അവനത് കണ്ടതിന് ശേഷം ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പിയെ 2-3 ദിവസം ഇരുട്ടുമുറിയിലിടുകയും അതുപോലെ തന്നെ അവനെ തല്ലിച്ചതച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യും. ഇനി എന്തായാലും ഇവൻ്റെ ശല്യം നിനക്ക് ഉണ്ടാകില്ല എന്ന് ആന്റണി ശ്രുതിയെ അറിയിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി ശ്രുതി അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അതേ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെയാണെങ്കിൽ പോലീസുകാർ അത് ഭയങ്കര കെയർലെസ് ആയിട്ട് തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് ഫോൺ നഷ്ടപ്പെട്ട കേസുകളൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ ഫോണാണോ കണ്ടുപിടിക്കുന്നത്, അഥവാ ഇനി കൊലപാതകയെയും അതുപോലെ കൊള്ളക്കാരെയും അവരെയാണോ ഞങ്ങൾ കണ്ടെത്തേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ഉണ്ട്, അതിൽ പേരും അഡ്രസ്സൊക്കെ എഴുതി പൊക്കോ, അഥവാ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും നമ്മുടെ സച്ചി പോരുകയാണ്. അങ്ങനെ സച്ചിക്ക് ഭയങ്കര ടെൻഷനായിട്ട് തിരികെ വീട്ടിലോട്ട് വരികയും ചെയ്യുന്നുണ്ട്. വരുന്ന സമയത്ത് രേവതിക്ക് അറിയില്ല ഈ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉള്ള കാര്യം. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ഈ ഫോൺ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഫോൺ കാണാനില്ല അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൻ എവിടെയെങ്കിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ കാണാത്തത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല അച്ഛൻ, ഞാൻ അങ്ങനെ എൻ്റെ ഈ ഫോൺ അങ്ങനെ മറ്റുള്ള സ്ഥലത്തൊന്നും ഉപേക്ഷിക്കാൻ ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടു നടക്കുന്നത്, ഇത് എങ്ങനെയോ നഷ്ടപ്പെട്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ സച്ചിയൊക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്, നാളത്തെ എപ്പിസോഡിൽ. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.